മുസ്ലിമീങ്ങളല്ല എന്ന നിലപാടാണ് സലഫികൾക്കുള്ളത് എന്നാണ്. എന്തിനാണ് മുസ്ലിം ശരിയല്ലേ തങ്ങളെ സമസ്തക്കാര് മുസ്ലിമീങ്ങളല്ല, ഒരു മുശ്രിക്കാണ്, ഒരു കാഫിറാണെന്ന് പറഞ്ഞെടുക്കൽ തന്നെയാണല്ലോ സലഫികളെ പണി. എന്താ ആര് പറഞ്ഞു? നിങ്ങൾ ആവശ്യമില്ലാത്തവരോ പൊന്നാര തങ്ങളെ ഇങ്ങക്ക് വഹാബികൾ അറിയാത്തോണ്ടാണ്. ഇത് നോക്കാണ് നിങ്ങള് സംശയമില്ല, സുന്നാളെ പറ്റി ഒരു സംശയമില്ല, ഉറപ്പാണ് ശിർക്കാണ് സംശയം. നമുക്കൊരു സംശയമില്ല, അത് നമുക്ക് വിട്ടു പോകുന്നില്ല. ഏതെങ്കിലും ഒരാളല്ലേ തങ്ങളത് ഒന്നൊന്നല്ല, അത് നോക്കാണ് നിങ്ങള്. മുസ്ലിമെയാണ് വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമെയാണ് മുശ്രിക്കാക്കുന്നത്. നിസ്കരിക്കുന്ന ആളിലെ ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല, വല്ലാഹി ഒരു മുസ്ലിം അല്ല. ഇതൊക്കെ അടുത്ത് ഇയാളറിയില്ലേ, പോലെ വലിയ നേതാവാണ്. ക്രിസ്ത്യാനികളോടും സമസ്തയോട് ഒരേ സമീപനം. ഇവിടുത്തെ ചന്ദ്രനോടും ഇവിടുത്തെ അബൂബക്കറിനോടും ഒരേ സമീപനം. വിശ്വാസത്തിൽ രണ്ടുപേർ ഒരു വേള ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ പിഴച്ചവനാണ് മുസ്ലിമുകൾപ്പെട്ടവർ. ഞാനൊന്ന് ചോദിക്കട്ടെ തങ്ങളെ, നിങ്ങൾ ചിരിക്കില്ല, ഞാൻ ചോദിക്കട്ടെ. അതെ, ഈ ഷിർക്ക് ചെയ്യാന്ന് പറഞ്ഞാല് അല്ലെ കാഫ്ര എന്ന് പറഞ്ഞാല് വിശ്വാസം പോയി എന്നല്ലേ എന്റെ അർത്ഥം? പിന്നല്ലാതെ ഈ വിശ്വാസം ഇല്ല നിസ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഫായതയില്ല. അപ്പൊ ഈ വിശ്വാസം ശരിയല്ലാത്തവന്റെ ബാക്കിൽ നിസ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇനി ഒരു സംഗതിയും കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ, ഇത് കേട്ടോളി. ആശയപരമായ ചർച്ചകൾ മുസ്ലിങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നു എന്നതല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നൊക്കെ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? അപ്പൊ ഒന്നാമത്തെ കളവാണ്. റഫീഖെ, ഞങ്ങൾ ആരും കള്ളം പറഞ്ഞിട്ടില്ല. ഇതിപ്പോ എന്റെ വീഡിയോസ് കണ്ടില്ലേ, നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ മുശ്രിക്കാക്കുന്നതും ശിർക്കാക്കുന്നതും കുഫ്രാക്കണതൊക്കെ. ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാവേ, കണ്ടോളി. ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. കേട്ടില്ലേ, ഞങ്ങൾ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂലെന്ന് നിങ്ങളെ തലതൊട്ടപ്പന്മാരെന്നെ ഈ പറയണത്. അതുകൊണ്ട് ഒന്നിക്കെങ്കില് ഞാൻ ഇനി പഴയ മെമ്പർഷിപ്പുകാരോട്, പുതുതായി മെമ്പർഷിപ്പ് എടുക്കാൻ പോണവരോട്, നിലവിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണവരോട് കൂടെ പറയണത്, ഒന്നിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യണോ, ഞങ്ങളെ ബാക്കിൽ തുടരാതിരിക്കണം. കാരണം നിങ്ങളെ വിശ്വാസത്തിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. ഇനി അഥവാ നിങ്ങൾ ഞങ്ങളെ തുടരുകയാണെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ത്, ഞങ്ങള് ശിർക്ക് ചെയ്യണോ അല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. ഇത് രണ്ടുമില്ല എങ്കിൽ നിങ്ങൾ ഒരു പണി ചെയ്യണം. ഇത്രയും കാലം നിസ്കരിച്ച എല്ലാ നിസ്കാരങ്ങളും തോട്ടിലേക്കാണ്. ഇനി പുതുതായിട്ട് ഉണ്ടാക്കിക്കോളി. അപ്പൊ ഇൻഷാ അല്ലാഹ് മഅസ്സലാമ. അതങ്ങനെ അടിച്ചാണേ. അൽഹംദുലില്ലാഹ്.